ഗ്രീറ്റിംഗ്സ്. ഞാൻ ഡോക്ടർ നിർമ്മൽ മാത്യു അലക്സ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഇൻറ്റേർണൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. ഇന്നത്തെ ഈ ഹെൽത്ത് അവെയർനെസ് വീഡിയോ വിൻ്റർ ഹെൽത്ത് കെയറിനെ പറ്റിയാണ്. ഈ ഒരു സീസൺ പൊതുവെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സീസൺ കൂടാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ അവധിയും ഉത്സവമായിട്ടൊക്കെ എൻഗേജ്ഡ് ആകുന്ന കാരണം നമ്മുടെ ഒരു ഹെൽത്ത് കെയറിൽ നമ്മൾ അലംഭാവം കാണിക്കാനുള്ള കുറേ സാധ്യതകളുണ്ട്. തണുപ്പ് കാലം ഇന്ത്യയിൽ നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലാണ് പൊതുവെ ഉള്ളത്. പക്ഷേ കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലുള്ള പോലെ അതിശൈത്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്നിരുന്നാലും ഈ തണുപ്പ് കാലത്ത് മാത്രം കൂടുന്ന ചില അസുഖങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹൃദ്രോഗമുള്ള ആളുകളിൽ, ബ്ലഡ് പ്രഷറുള്ള ആളുകളിൽ, ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകളിൽ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വരാറുണ്ട്. അത് കാരണം തണുപ്പ് കാലത്ത് അസുഖങ്ങളുള്ള ആളുകൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം കോമൺ കോൾഡാണ്. എല്ലാ പ്രായത്തിലുള്ള ആളുകളിലും കോമൺ കോൾഡ് ഉണ്ടാവാറുണ്ട്. പക്ഷേ കൂടുതലായിട്ട് 65 വയസ്സിന് മേലെയുള്ള ആളുകളിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 2 രീതിയിലാണ് കോമൺ കോൾഡ് ഉള്ളത്. ഒന്ന് വൈറസ് മൂലം ഉണ്ടാകുന്ന കോമൺ കോൾഡ്, അതേപോലെ തന്നെ അലർജി മൂലം ഉണ്ടാകുന്ന കോമൺ കോൾഡ്. ഇപ്പം പ്രധാനമായിട്ടും 3 മുതൽ 5 ദിവസം വരെയൊക്കെയാണ് കോമൺ കോൾഡിൻ്റെ ലക്ഷണങ്ങൾ നിൽക്കുക. പ്രധാന ലക്ഷണങ്ങൾ ചെറിയ പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചുമ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോമൺ കോൾഡിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ചെറിയ പാരസിറ്റമോൾ പോലത്തെ ഗുളികകളും ഹോം റെമഡീസും കൊണ്ട് മിക്ക ആളുകളിലും ഇത് മാറാറുണ്ട്. പക്ഷേ ഇത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് ശ്വാസകോശ ഇൻഫെക്ഷൻ, ലങ് ഇൻഫെക്ഷൻസിലോട്ട് മാറാറുണ്ട്. അപ്പോൾ ബ്രോങ്കൈറ്റിസ് പോലെ, അതുപോലെ ന്യൂമോണിയ പോലെ, ന്യൂമോണിയയിലൊക്കെ ആളുകൾക്ക് പൊതുവെ ചുമ കൂടുതലും, മഞ്ഞ നിറത്തിലുള്ള കഫം വരികയും ശ്വാസവേദന, ശ്വാസം മുട്ട്, ഇതൊക്കെയാണ് കൂടുതലും രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ മുൻപ് തന്നെയുള്ള രോഗങ്ങൾ മൂർച്ഛിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന COPD, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ, അതേപോലെ ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളിൽ, അതുപോലെ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ സിവിയറായിട്ട് മാറാറുണ്ട്. പിന്നെ ചർമ്മരോഗങ്ങൾ, അപ്പം എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ, എക്സീമ പോലത്തെ കണ്ടീഷൻസ് കുറച്ചും കൂടെ വേഴ്സൺ ആവുക തുടങ്ങിയവ കാണാറുണ്ട്. അതേപോലെ ജോയിൻറ്റ് പെയിൻസ്, മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻസും ആളുകളിൽ കൂടുതലായിട്ട് തണുപ്പ് കാലത്ത് കണ്ടുവരാറുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ തണുപ്പ് കാലത്ത് കൂടുതലായിട്ട് വരാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, തണുത്ത വായു നമ്മുടെ ലങ്സിനുള്ളിലോട്ട് പോകുമ്പോൾ അത് ബ്രോങ്കോസ്പാസം പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ നേരത്തെ തന്നെ ശ്വാസം മുട്ടുള്ള ആളുകളിൽ ഇത് കൂടുതലായിട്ട് വരും. രണ്ടാമത്, തണുപ്പ് കാലം പൊതുവെ പൂമ്പൊടി കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ പൂമ്പൊടി ഇതേപോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ ലങ്സിനുള്ളിലോട്ട് എത്തുമ്പോൾ അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുകയും അതേപോലെ ബ്രോങ്കോസ്പാസം കൂടുതലായിട്ട് വരുത്തുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ പോലെ തന്നെ നേരത്തെ തന്നെ ഹാർട്ട് പ്രശ്നങ്ങളുള്ള ആളുകളിൽ അത് വേർഷൻ ചെയ്യാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഒന്നാമത്, നമ്മുടെ തണുപ്പ് കാലം ആകുമ്പോൾ ശരീരത്തിലെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെരിഫറൽ വാസ്കോ കൺസ്ട്രിക്ഷൻ എന്നും പറഞ്ഞ് നമ്മുടെ ചർമ്മ ഉപരിതലത്തിലുള്ള രക്തക്കുഴലുകളുടെ വലിപ്പം കുറയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഹാർട്ട് റേറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യും, നമ്മുടെ പൾസ് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും. അപ്പം ഈ പൾസ് റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ഹാർട്ടിന് പ്രശ്നങ്ങളുള്ള ആളുകളിൽ ഹാർട്ട് ഫെയിലിയർ പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ഈ രക്തക്കുഴലുകളിലുള്ള പ്ലേക്കുകൾ റപ്ചറായിട്ട് MI പോലത്തെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് കോമൺ കോൾഡാണ്. ഇപ്പോൾ ഈ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ഏകദേശം 200ഓളം വിവിധ വൈറസുകളുണ്ട്. അപ്പോൾ ഈ ജലദോഷമുള്ള ആളുകൾ വ്യക്തിശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ വെളിയിൽ പോകുമ്പോൾ എപ്പോഴും കയ്യിൽ ഹാൻഡ് കർച്ചീഫ് കരുതുക. അപ്പോൾ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഹാൻഡ് കർച്ചീഫിലേക്ക് എപ്പോഴും തുമ്മാനും ചുമയ്ക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒരു പരിധിവരെ വൈറസിൻ്റെ വ്യാപനം തടയാൻ വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെയാണ്
നേരത്തെ തന്നെ ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾ. അപ്പോൾ ഈ ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾ ഈ തണുപ്പ് കാലം വരുന്നതിന് മുന്നേ തന്നെ അവർ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അവരുടെ ഡോക്ടറെ കാണിക്കുകയും അതേപോലെ തന്നെ അവരുടെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ലങ്ങിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുകയും വേണം. വേറൊരു കാര്യം, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. തണുപ്പ് കാലത്ത് എപ്പോഴും നമ്മൾ വെള്ളം കുറവ് കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള രീതിയിൽ വെള്ളം നിർബന്ധമായിട്ടും, ശുദ്ധമായ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻസ് കൃത്യസമയത്ത് എടുക്കുക. ഇത്രയോളം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തണുപ്പ് കാലത്തെ ഫേസ് ചെയ്യാം.